നമസ്കാരം. രാഹുൽ ഗാന്ധി മുൻകൂർ ജാമ്യമെടുത്തു. അടുത്ത ഇലക്ഷനിലും തോറ്റ് തൊപ്പിയിടുമെന്ന്. നരേന്ദ്രമോദി എന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഉറപ്പിച്ചു പറയാൻ കഴിയും, അത് കഴിവുകെട്ട രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. പരാജയ ഭീതിയുടെ പുതിയ മുഖമാവുകയാണ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ ദിവസം കേവലം ഒരു പൊട്ടാസ് പൊട്ടിച്ചിട്ട് ഹൈഡ്രജൻ ബോംബാണ് എന്ന് പറഞ്ഞ രാഹുലിന്റെ ഉളുപ്പില്ലായ്മയ്ക്ക് ആദ്യമേ നമസ്കാരം. എന്താണ് രാഹുലിന്റെ ഈ കഥകളുടെ പിന്നിലെന്ന് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നാം ഓരോരുത്തരും വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കയറുമ്പോൾ രാഷ്ട്രീയ വേദികളിൽ പഴയ പതിവ് കാഴ്ചകളും വാക്കും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അതിലൊന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ തട്ടിപ്പ് ആരോപണം എന്നതാണ് വാസ്തവം. കഴിഞ്ഞ നിരവധി തിരഞ്ഞെടുപ്പുകളിൽ തോൽവിയുടെ രുചി അനുഭവിച്ച പാർട്ടിയും നേതൃത്വം നഷ്ടപ്പെട്ട നിലയിലുള്ള രാഹുൽ ഗാന്ധിയും ജനങ്ങൾ തങ്ങൾക്കെതിരെ മാറിയെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാനാകാതെ ഇപ്പോൾ തിരഞ്ഞെടുപ്പിനെ തന്നെ സംശയാസ്പദമാക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ ജനാധിപത്യത്തിന്റെ പാരമ്പര്യവും ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ശക്തിയും മോദിയുടെ ജനപിന്തുണയും കണക്കിലെടുത്താൽ രാഹുലിന്റെ ഈ ആരോപണം ഒരു പരാജയ ഭീതിയുടെ വിളംബരം എന്നതിലപ്പുറം ഒന്നുമല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. എന്തുകൊണ്ടാണ് ആ ഉറപ്പ് എന്നാണെങ്കിൽ ഇനി പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഞെട്ടലോടെ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് മോദിയുടെ ജനപിന്തുണ ഇപ്പോഴും ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്നു എന്നുള്ളത്. ഗ്രാമീണ ഇന്ത്യയിൽ മുതൽ ആഗോള തലത്തിലേക്ക് വരെ മോദിയുടെ വിശ്വാസ നിർമ്മാണം, വികസന പദ്ധതികൾ, ദേശീയ സുരക്ഷാ നയങ്ങൾ, വിദേശ നയതന്ത്ര വിജയങ്ങൾ എല്ലാം കൂടി ഇന്ത്യയുടെ ജനങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ ബന്ധം കൂടുതൽ ശക്തമാക്കി കഴിഞ്ഞു. മോദിയുടെ ഭരണത്തിൽ സമഗ്ര വികസനവും സുതാര്യതയും ജനപ്രിയ പദ്ധതികളും ജനങ്ങളെ നേരിട്ട് ആകർഷിച്ചു. ഈ യാഥാർത്ഥ്യം കോൺഗ്രസിനും അറിയാം. അതുകൊണ്ടാണ് പരാജയത്തിന്റെ മണ്ണ് ചിതറുന്നതിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉയർത്തി ജനങ്ങളുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് വിതയ്ക്കാൻ ശ്രമിക്കുന്നു. ഭാരതത്തിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോകത്ത് തന്നെ ഏറ്റവും സുതാര്യമായ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിൽ ഒന്നാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ, സോഫ്റ്റ്വെയർ സുരക്ഷ, ഓഡിറ്റ് സംവിധാനങ്ങൾ എല്ലാം കൂടി വോട്ടിംഗ് പ്രക്രിയയുടെ വിശ്വാസ്യത ഉറപ്പാക്കുന്നുണ്ട്. മോദിയുടെ ഭരണകാലത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വതന്ത്രത കൂടുതൽ ശക്തിപ്പെടുത്തി. മാത്രമല്ല, ഡിജിറ്റൽ പരിശോധനയുടെയും സ്വതന്ത്ര നിരീക്ഷകരുടെയും സംവിധാനങ്ങളും വ്യാപകമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ വോട്ടർ തട്ടിപ്പ് പോലുള്ള ആരോപണം യാഥാർത്ഥ്യത്തെക്കാൾ രാഷ്ട്രീയ നാടകമാണ് എന്ന് തറപ്പിച്ചു പറയാൻ കഴിയും. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇതുപോലുള്ള ആരോപണങ്ങളിലൂടെ തിരഞ്ഞെടുപ്പ് തോൽവി മുൻകൂട്ടി നീതീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് നമ്മൾ ഇന്നലെ കണ്ടതും ഇനി കാണാൻ പോകുന്നതുമൊക്കെ പരാജയ ഭീതി നിറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നാടകത്തിന്റെ പുതിയ എപ്പിസോഡാണ് എന്നത് സാരം. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ നിരവധി അസംഘടിത പ്രസ്താവനകളുടെയും യാഥാർത്ഥ്യ വിരുദ്ധ ആരോപണങ്ങളുടെയും ചരിത്രമാണ്. മുൻപ് റാഫേൽ വിഷയത്തിൽ ചെയ്ത വ്യാജ പ്രചരണം എങ്ങനെ തങ്ങളുടെ തന്നെ മുഖത്തടിയായി തിരിച്ചു വന്നുവെന്ന് രാജ്യം കണ്ടു. ഓപ്പറേഷൻ സിന്ദൂറിലും ഇതൊരിക്കൽ കൂടി രാജ്യത്തിലെ ജനങ്ങൾ കണ്ട് ചിരിക്കേണ്ടി വന്നു. ഇപ്പോൾ വോട്ടർ തട്ടിപ്പ് ആരോപണം ആ പഴയ അടിയുടെ ചൂട് മറന്നവരുടെ പുതിയ നാടകമാണ്. മോദിയുടെ ഭരണത്തെ നേരിടാൻ വികസന വ്യത്യാസം, പ്രതിപക്ഷ പ്രത്യാശ, ജനകീയ പദ്ധതികൾക്കു പകരം മാതൃകകൾ ഇപ്പറഞ്ഞ ഒന്നും തന്നെ കോൺഗ്രസിനില്ല. അതുകൊണ്ട് അവർക്ക് ചെയ്യാനാവുന്നത് വിശ്വാസം തകർക്കുക എന്ന ഒറ്റ രാഷ്ട്രീയ തന്ത്രമാണ്. ഇന്ന് സാധാരണ ജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുന്ന കാലമാണിത്. കള്ളപ്രചരണങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളും അവർ എളുപ്പത്തിൽ തിരിച്ചറിയുന്നു. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ജനങ്ങൾക്കിടയിൽ പുഞ്ചിരി മാത്രമാണ് സൃഷ്ടിക്കുന്നത്. കാരണം അവർക്കറിയാം മോദിയുടെ നയങ്ങൾ അവരുടെ ജീവിതം എങ്ങനെ മാറ്റിയിരിക്കുന്നു എന്നത്. പ്രധാനമന്ത്രിയുടെ നടപ്പിലാക്കിയ, വിജയിച്ച, ജനങ്ങൾ സ്വീകരിച്ച ആവാസ് യോജന, ഉജ്വല ഗ്യാസ് പദ്ധതി, ജനധൻ അക്കൗണ്ടുകൾ, ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ തുടങ്ങി എല്ലാ പദ്ധതികളും തിരഞ്ഞെടുപ്പ് തട്ടിപ്പല്ല, മറിച്ച് യാഥാർത്ഥ്യത്തിലെ ജനങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ പുരോഗതിയാണ്. കോൺഗ്രസിന്റെ പ്രശ്നം ജനങ്ങളെ നഷ്ടപ്പെടുത്തിയതല്ല, ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടതാണ്. 19ാം നൂറ്റാണ്ടിൽ നിന്നുള്ള കുടുംബാധിഷ്ഠിത രാഷ്ട്രീയം ഇന്ന് കാലഹരണപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് മോദിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ഇന്ത്യയിൽ പ്രതീക്ഷയുണ്ട്. അതാണ് കോൺഗ്രസിന് ഏറ്റവും പേടിയുള്ളത്. ഈ പേടി തന്നെയാണ് രാഹുലിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് തിരഞ്ഞെടുപ്പ് തട്ടിപ്പെന്ന മുദ്രാവാക്യമായി.
പക്ഷേ ജനങ്ങൾ ആ മുദ്രാവാക്യം കേട്ടാൽ ചിരിക്കുന്നു. കാരണം അവർക്കറിയാം അവരുടെ വോട്ട് ആരാണ് നേടിയെടുക്കുന്നത്, ആരാണ് അതിനെ ആദരിക്കുന്നത് എന്നൊക്കെ. മോദിയുടെ നിശ്ചയദാർഢ്യവും ജനവിശ്വാസവും മോദി ഒരിക്കലും തിരഞ്ഞെടുപ്പ് വിജയത്തിനായി തന്ത്രപരമായ ചതിയിലൂടെ നേടിയെടുത്തതല്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം സുതാര്യതയും ജനങ്ങളുടെ വിശ്വാസവുമാണ്. പാർട്ടി സംഘടനാ ഘടനയിൽ നിന്നു മുതൽ സർക്കാർ നയങ്ങൾ വരെ എല്ലായിടത്തും അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി ജനങ്ങളുടെ പ്രതീക്ഷയോട് ബന്ധപ്പെട്ടതാണ്. അതിനാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ പോലെ ശബ്ദം മുഴക്കുന്നത് ജനാധിപത്യത്തോടുള്ള അവഗണനയുടെ പ്രകടനമാണ്. ഒരു നേതാവ് പരാജയം നേരിടുമ്പോൾ അത് സമ്മതിക്കാനുള്ള ധൈര്യമില്ലെങ്കിൽ ആ നേതാവ് ജനങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഇപ്പോൾ അതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ നില പാളിപ്പോയ പാട്ടുപോലെയാണ്. മുതിർന്ന നേതാക്കൾ തമ്മിൽ സംഘർഷം, യുവജനങ്ങൾ പിന്മാറൽ, സംസ്ഥാനം തോറും വിഭജിത നേതൃത്വം, ഇതെല്ലാം പാർട്ടിയെ പാടെ തളർത്തി. അവിടെ മോദിയുടെ നേതൃത്വത്തിലുള്ള BJP രാജ്യത്തിന്റെ എല്ലായിടത്തും ശക്തമായ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി, ജനങ്ങളോട് നേരിട്ട് ബന്ധപ്പെട്ടു. ഇതിനാലാണ് 2025 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ പരാജയം ഉറപ്പെന്ന തിരിച്ചറിവ് അവരുടെ മനസ്സിൽ വേരുറച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് പിന്നിൽ ജനാധിപത്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമമുണ്ട്. പക്ഷേ മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ അതൊരിക്കലും അനുവദിക്കില്ല. കാരണം ഈ രാഷ്ട്രം ഇനി ആരോപണങ്ങളുടെ രാഷ്ട്രീയം വിട്ട് വികസനത്തിന്റെ വഴിയിലാണ് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, വോട്ടർ തട്ടിപ്പെന്ന രാഷ്ട്രീയ കഥകൾക്ക് പകരം അവർക്ക് വേണ്ടത് വികസനത്തിന്റെ യാഥാർത്ഥ്യമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച